ഇന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കണേ കേട്ടോ. ഇഷ്ടമല്ല ഇൻ ദ സെൻസ് അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല, ബട്ട് അത്ര ഫേവറേറ്റ് അല്ല. അതെ, ചെറുപ്പത്തിലേക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കൂല, എനിക്ക് മടിയാ, കാണുമ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയിരുന്നു. എന്നാലും ഇച്ചിരിയൊക്കെ കഴിക്കും. പക്ഷെ അമ്മയുടെ ഒരു വലിയ വീക്ക്നെസ് ആണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ്. ആ അമ്മയ്ക്ക് ഇത് ഭയങ്കര ചെറുപ്പത്തിലേക്ക് സ്ഥിരം അമ്മയ്ക്ക് ഇത് കിട്ടുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അമ്മയുടെ ഗ്രാനിയാണ് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഈവനിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ഈവനിങ്ങിൽ. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ട് ഞാൻ അത്ര ഫാനൊന്നും അല്ല. ഇപ്പോഴും ഞാൻ കഴിക്കും, ബട്ട് ഐ എം നോട്ട് എ ബിഗ് ഫാൻ, അത്രേ ഉള്ളൂ. എനിക്ക് അമ്മയുടെ കുറച്ചും കൂടി ഇഷ്ടം ഇത് ഗോതമ്പ് വെച്ചുണ്ടാക്കുന്നതാണ് എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടം. അതാവുമ്പോൾ ഗോതമ്പ് ആകുമ്പോഴേക്ക് കുറച്ച് ഹെൽത്തി എന്നുള്ളൊരു ഫീലും കൂടി നമുക്ക് വരുമല്ലോ, അതുകൊണ്ടാണ്. ബട്ട് ദിസ് ഈസ് വെരി നൈസ് കേട്ടോ, നല്ല രസമാണ്, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത്രയും നല്ല സോഫ്റ്റാണ്, നല്ല രസമാണ് കാണുമ്പോൾ തന്നെ. ടേസ്റ്റ് നല്ല രുചിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇത് ഇടയ്ക്കിടയ്ക്കല്ല, ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട്. നല്ല രസമാണ്, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പൂ പോലെ നല്ല മൃദുലമാണ്. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ. ദേ കണ്ട, ഇതാണ് നമ്മുടെ അത്ര അധികം ഫാൻ അല്ലാത്ത സാധനം. എന്ത് സോഫ്റ്റാന്ന് നോക്കിയേ, കണ്ട, ദേ നല്ല സോഫ്റ്റാ. വിട്ടുപോരുന്നേ ഇങ്ങനെ കാണിക്കുക. ഏതായാലും ഇടർത്താനുള്ള എന്ത് സോഫ്റ്റാണ്. നെയ്യിൽ കുഴക്കണം, അതുകൊണ്ടാണ്. വെള്ളം തിളപ്പിക്കുമ്പോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചാണ് കുഴക്കണതാ. പിന്നെ ഇപ്പൊ പൊൻകതിറിന്റെ പച്ചവെള്ളത്തിൽ കുതിർത്തി ഉണ്ടാക്കണേ പൊടിയുണ്ട്, അത് ഒരു പ്രാവശ്യം വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ തന്നെ ചെയ്യണ പൊടിയാണ്. അപ്പൊ ആ പൊടിയിൽ ഉപ്പിട്ട് തിളപ്പിക്കാൻ വെക്കുമ്പോൾ നെയ്യ് ഒഴിക്കണം. എണ്ണ ഒഴിക്കണേൽ നല്ലത് നെയ്യാണ്. ഞാനെപ്പോഴും നെയ്യ് ഒഴിക്കുള്ളൂ, അപ്പം നെയ്യുടെ ടേസ്റ്റും കിട്ടും. അപ്പം സോഫ്റ്റ്നെസ് കൂടുതലുണ്ടാവും. ഓക്കെ, അമ്മ ഓടി തിരക്കിലാണ്. അപ്പം നമ്മളിത് കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അമ്മയ്ക്ക് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ വലിയ ഹരാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും ഇതെന്താണ് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഇങ്ങനെ എത്ര ഹരായി മാറിയെന്ന്. പക്ഷെ എന്തോ അമ്മ അത് ചെറുപ്പത്തിലെ കഴിച്ച ആ ഒരു നൊസ്റ്റാൾജിയുടെ ഓർമ്മയ്ക്കാണെന്ന് തോന്നുന്നു. ഞാനിത് ഒഴിക്കുമ്പോൾ പറയാം. ഇത് മൊത്തം നമുക്കിതിങ്ങനെ കുളിപ്പിക്കാം. എന്തായാലും ഇത് നമുക്ക് മൊത്തം ഒഴിക്കേണ്ടതാണ്. വേണ്ട, കുതിർന്നു. ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുന്നു. യെസ്, ഇനി കഴിക്കാം. നല്ല രുചിയുണ്ട്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇടിയപ്പവും തേങ്ങാപ്പാലും നല്ല കോമ്പിനേഷനാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇടിയപ്പത്തിൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്താണെന്ന് പറയണം കേട്ടോ. അമ്മ പണ്ടൊക്കെ സ്ഥിരം തേങ്ങാപ്പാലാണ് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇടിയപ്പത്തിൻ്റെ കൂടെ വേറെ കോമ്പിനേഷൻ ഉണ്ടോയെന്ന് പോലും എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ കോമ്പിനേഷൻ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കണേ, ഇടിയപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷനൊക്കെ ഉണ്ടോ അങ്ങനെ. ഞാൻ വിചാരിച്ച എല്ലാവരും തേങ്ങാപ്പാലാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മളിങ്ങനെ ഉപയോഗിക്കണ കാരണം എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നതെന്നാണ് ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത്. അതെ 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 അതെ. അതാണ്, അപ്പയ്ക്ക് കറിയാ ഇഷ്ടമെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഞാൻ ഇടിയപ്പത്തിന് നേരത്തെ പറഞ്ഞല്ലോ, അത്ര വലിയ ആരാധികയൊന്നുമല്ല. ഇങ്ങനെ നൂല് പോലെ ഇരിക്കില്ലേ. ഇതിൻ്റെ കൂടെ ബീഫ് കറി നല്ല കോമ്പിനേഷൻ ആട്ടോ, ബീഫ് കുറുമ. നല്ല. അപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ.